ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BSc ഫിസിക്സ് കോർ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡെമോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വർഷം മുതൽ ഡിഗ്രി 3 ഇയറിൽ നിന്നും 4 ഇയറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റയർ ക്വസ്റ്റ്യൻ പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മെത്തേഡ് തന്നെ എൻ്റയർ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ വീഡിയോയിലൂടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡെമോ പരിചയപ്പെടാം. പ്രീവിയസ് വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ പോലെ, അതായത് ഫസ്റ്റ് സെമസ്റ്റർ കോർ സബ്ജക്റ്റ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്സ് ആണ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ മാക്സിമം ടൈം ഹവർ ഈസ് 2 hours. പ്രീവിയസ് ഇയറത്തെ പോലെ തന്നെ എക്സാമിൻ്റെ ടൈമിൽ യാതൊരു ചേഞ്ചുമില്ല. അത് 2 മണിക്കൂർ തന്നെയാണ്. പക്ഷേ മാക്സിമം മാർക്ക് ഇസ് ഈക്വൽ ടു 70 ആണ്. പ്രീവിയസ്, അതായത് കഴിഞ്ഞ വർഷമൊക്കെ മാക്സിമം മാർക്ക് 60 മാർക്കായിരുന്നു. 60 മാർക്കിലായിരുന്നു ടോട്ടൽ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ എക്സാം, അതായത് റിട്ടൺ എക്സാം 70 മാർക്കിലും ബാക്കി 30 ഇൻറ്റേണലുമാണ് വരുന്നത്. ടോട്ടൽ 100 മാർക്ക്. ഇനി നമുക്ക് സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ സി സെക്ഷനുണ്ട്. ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. സെക്ഷൻ എയിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. അതായത് നമുക്ക് ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സീലിംഗ് ഉണ്ട്. സീലിംഗ് ഈസ് 24 മാർക്സ് ആണ് സീലിംഗ്. അതായത് ന്യൂ സ്റ്റുഡൻസിന് ചിലപ്പോൾ സീലിംഗ് എന്താണെന്ന് അറിയുണ്ടാവില്ല. അതായത് നമ്മളൊരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ 10 ക്വസ്റ്റ്യനിൽ 10 എണ്ണം ശരിയാണെന്ന് എഴുതി ശരിയായി എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 10 × 3 30 മാർക്ക്. പക്ഷേ നമുക്ക് സെക്ഷൻ എയിൽ മാക്സിമം മാർക്ക് 24 ആണ്. അപ്പോൾ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതിയാലും നമുക്ക് 24 മാർക്ക് സെക്ഷൻ എയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് സീലിംഗ് എന്ന് പറയുന്ന ഡിഗ്രിയിൽ വരുന്ന ഒരു മെത്തേഡ്. ഇവിടെ 3 മാർക്സ് പ്രീവിയസ് ഇയറിലൊക്കെ സെക്ഷൻ എ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ നമുക്ക് 2 മാർക്കായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ നമുക്ക് സെക്ഷൻ എ മുഴുവൻ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ 24 മാർക്സ് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ് വരുന്നത്. സെക്ഷൻ ബി മെയിനായിട്ട് പ്രോബ്ലം ടൈപ്പും അതുപോലെ തന്നെ തിയറി വിത്ത് എക്സ്പ്ലനേഷൻ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ ബിയിൽ സാധാരണയായിട്ട് വരിക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 മാർക്സ് ആണ്. പക്ഷേ സീലിംഗ് ഉണ്ട്. സീലിംഗ് 36 മാർക്സ് ആണ്. സെക്ഷൻ ബിയിൽ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമ്മൾ 8 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതിയാലും നമുക്ക് മാക്സിമം മാർക്ക് 36 മാർക്കാണ് സീലിങ്ങിലൂടെ നമുക്ക് ലഭിക്കുക. ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഉണ്ടാവുക. നമുക്കിനി വരും വീഡിയോയിൽ ഓരോ മൊഡ്യൂളിലെ ഓരോ പാർട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ആൻസർ കണ്ടെത്താം. സോ സെക്ഷൻ ബി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ സി ആണ് വരുന്നത്. സെക്ഷൻ സി എന്ന് പറയുമ്പോൾ അതൊരു എസ്സേ സെക്ഷനാണ് വരിക. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ 2 സെക്ഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ക്വസ്റ്റ്യനിൽ സെക്ഷൻ സിയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 മാർക്സ്. അതായത് സെക്ഷൻ സിയുടെ ടോട്ടൽ മാർക്ക് വരുന്നത് 10 മാർക്സ് ആണ്. സോ അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൽ സെക്ഷൻ എയും അതുപോലെ തന്നെ സെക്ഷൻ സിയും നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. സെക്ഷൻ ബിയിൽ തിയറി പാർട്ടും നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും.
ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രോബ്ലം പാർട്ട് കൂടി നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. സോ ടോട്ടൽ 70 മാർക്സ് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ്സ് വരുന്നത് 4 ആണ്. സോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡെമോ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് കരുതുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവർ അതിൽ കയറി ഈ PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഓരോ മൊഡ്യൂൾസിലെ ഓരോ ഭാഗവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ താങ്ക് യു.